ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസോർഷ്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കുകയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങുകയാണ് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇതിലെ കൂടുതൽ അപ്ഡേറ്റുകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ തിരയുകയാണ്. അതായത് ഈ ഉടമസ്ഥ കൈമാറ്റം പൂർണ്ണമായും നടപ്പിലായിട്ടില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഒരാഴ്ചക്കുള്ളിൽ ഒരു കൃത്യമായ വിവരം, അതല്ലെങ്കിൽ പരമാവധി ഒരു 15 ദിവസത്തിനുള്ളിൽ കൃത്യമായ വിവരം ലഭിക്കും എന്നായിരുന്നു മാർക്കസ് മർഗുലാവോ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ആശിഷ് നേഗി പറഞ്ഞ വാക്കുകൾ പരിശോധിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കൈമാറ്റം അഥവാ ഉടമസ്ഥ കൈമാറ്റം ഇതുവരെ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നേ ഞാൻ പറയൂ. ഇതൊരു സെൻസിറ്റീവായ വിഷയമാണ്. ചില പ്രത്യേക ക്ലോസുകളുടെ പേരിൽ കാര്യങ്ങൾ മാറി മറിയാനും സാധ്യതയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഉടമക്കെതിരെ ഒരു കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൈമാറ്റം പൂർത്തിയാകണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. നിലവിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് ആദ്യത്തെ പേപ്പർ വർക്കുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ക്ലബിന്റെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ പേപ്പർ വർക്കുകളിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ ഇടപാട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 6 മുതൽ 8 മാസത്തിനുള്ളിൽ പുതിയ നിക്ഷേപകർ ക്ലബിനെ പൂർണ്ണമായും ഏറ്റെടുക്കും. ഇതാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കൈമാറ്റത്തിൽ ഇപ്പോഴും ചില സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ട്, ചില കോംപ്ലിക്കേറ്റഡ് ആയ ക്ലോസുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. മാത്രമല്ല, നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥനെതിരെ അഥവാ മാഗ്നം സ്പോർട്സിനെതിരെ കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൈമാറ്റം പൂർത്തിയാക്കണമെങ്കിൽ അതിന് സുപ്രീം കോടതിയുടെ ഒരു അനുമതി വാങ്ങേണ്ടതുണ്ട്. മാത്രമല്ല, പുതിയ ഇൻവെസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരവ് ചിലവ് കണക്കുകളാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കൈമാറ്റം പൂർണ്ണമായും നടക്കണമെങ്കിൽ ഒരു പക്ഷേ 8 മാസം വരെ സമയമെടുത്തേക്കാം എന്നൊക്കെയാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൈമാറ്റം പൂർത്തിയാകണമെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു അനുമതി വരെ ലഭിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും കൂടുതൽ ക്ലാരിറ്റി നമുക്ക് ഇക്കാര്യങ്ങളിലൊക്കെ വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.